പ്രേമ, ഈ BCCI ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വരുന്ന ലോകകപ്പിലേക്കുള്ള ടീമിനെ നിശ്ചയിച്ചു കഴിഞ്ഞു. അപ്പോൾ സഞ്ജു സാംസൺ, മലയാളിയായ സഞ്ജു സാംസൺ ടീമിലുണ്ട്. അദ്ദേഹം ഒന്നാം വിക്കറ്റ് കീപ്പറാണ്, ഓപ്പണർ ആയിരിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇഷാൻ കിഷന്റെ പേരും വന്നിട്ടുണ്ട് രണ്ടാം വിക്കറ്റ് കീപ്പറായിട്ട്. അപ്പോൾ ഇനി ഈ ലോകകപ്പിന് മുന്നേ ന്യൂസിലൻഡുമായിട്ടൊരു പരമ്പര കൂടെ, 2020 പരമ്പര കൂടെ ഉണ്ട്. അപ്പോൾ ആ പരമ്പരയിൽ തന്നെ, ഈ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ തന്നെ തുടക്കത്തിലെ ഈ ഇഷാൻ കിഷനെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് മറ്റെന്തോ മനസ്സിൽ കണ്ടാണ്? സഞ്ജുവിനെ ഒതുക്കാനാണോ? എന്താണ് അതിനകത്ത് കാണുന്ന രാഷ്ട്രീയം? ചേട്ടാ, ഇതില് സഞ്ജു എങ്ങനെയാണ് ഈ ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടത് എന്നുള്ള ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. കാരണം തുടർച്ചയായിട്ട് 3 സെഞ്ചുറികൾ നേടിയിട്ട് പോലും ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ ശുഭ്മാൻ ഗില്ലിന് ഏറ്റ പരിക്ക്, അല്ലെങ്കിൽ ശുഭ്മാൻ ഗില്ല് അമ്പയെ പരാജയപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ടീമിൽ വരികയും ഒരൊറ്റ മത്സരത്തിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹം ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ഏറെ ഞെട്ടിക്കുന്ന ഒരു ഉൾപ്പെടുത്തലായിരുന്നു ഇഷാൻ കിഷന്റേത്. കാരണം നമ്മളൊരു ലോകകപ്പ് ടീം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷക്കാലം ടീമിൽ അതുവരെ കളിച്ചിട്ടുള്ളവരുടെ പ്രകടന മികവ് വിലയിരുത്തിയിട്ടാണ് അവരെ ലോകകപ്പിലേക്ക് പരിഗണിക്കുക. പക്ഷെ ഇഷാൻ കിഷൻ ഇന്ത്യക്ക് വേണ്ടി അവസാനമായ ഒരു T20 കളിച്ചത് 2023 ഡിസംബറിലാണ്. അതായത് കൃത്യം പറഞ്ഞ ഒരു 2 വർഷ കാലയളവിൽ ഇഷാൻ കിഷൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് T20 മത്സരങ്ങൾ കളിച്ചിട്ടേ ഇല്ല. അപ്പോ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഷാൻ കിഷൻ ടീമിൽ വന്നതെന്ന് പറഞ്ഞാൽ വേറെ നിവൃത്തിയില്ല. ഒരു ഓപ്പണർ ശുഭ്മാൻ ഗില്ല് ഫോം ഔട്ട് ആയി പോയി, ശുഭ്മാൻ ഗില്ലിനെ ടീമിൽ നിന്ന് ഒഴിവാക്കാതെ വേറെ നിവൃത്തിയില്ല. അപ്പോ ഒരു ഓപ്പണർ എന്ന രീതിയിലും ഒരു രണ്ടാം വിക്കറ്റ് കീപ്പർ എന്ന രീതിയിലും മാത്രമാണ് ടീമിൽ ഒഴിവുള്ളത്. അപ്പോൾ ഇഷാൻ കിഷനെ അങ്ങോട്ട് കെട്ടിയിറക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം സമീപകാലത്ത് അദ്ദേഹത്തിന്റെ ഫോം ഉജ്ജ്വലമാണ്. ഇപ്പോ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ അദ്ദേഹത്തിന്റെ മികവിലാണ് ജാർഖണ്ഡ് കിരീടം നേടിയത്. 517 റൺസാണ് ആ ടൂർണമെന്റ് ഇഷാൻ കിഷൻ നേടിയത്. 2 സെഞ്ചുറിയും നേടി. 197 സ്ട്രൈക്ക് റേറ്റിൽ ആണ് അദ്ദേഹം ആ 517 റൺസ് അടിച്ചെടുത്തത്. അപ്പൊ ആ പ്രകടന മികവ് മാത്രം കണക്കിലെടുത്താണ് അദ്ദേഹത്തെ നേരെ ആഭ്യന്തര മത്സരങ്ങളിലെ മികവ് മാത്രം പരിഗണിച്ചുകൊണ്ട് നേരെ ഒരു ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയത്. അപ്പോഴാണ് BCCIക്ക് ബുദ്ധി ഉദിച്ചത്. വലിയ അബദ്ധമായി പോയല്ലോ. കാര്യം മത്സര പരിചയമില്ലാത്ത ഒരാളെ നേരെ കൊണ്ടുവന്ന് ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തുന്നു. അപ്പൊ ഇനി മത്സര പരിചയം ഉണ്ടാക്കാം എന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് ഇപ്പൊ അതിനു മുമ്പ് നമ്മുടെ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ന്യൂസിലാൻഡ് ഇന്ത്യയില് അടുത്ത മാസം 11 മുതൽ ഇന്ത്യയിൽ കളിക്കുന്നുണ്ട്. 3 ഏകദിനങ്ങളും 5 T20 മത്സരങ്ങളുമാണ് കളിക്കുന്നത്. അപ്പൊ ഇവിടെ ഇഷാൻ കിഷന് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ള അജണ്ടയുടെ ഭാഗമായി അദ്ദേഹത്തെ ഏകദിന ടീമിലേക്ക് വലിച്ചിഴക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഋഷഭ് പന്തിന്റെ സ്ഥാനം തെറിക്കുമെന്നാണ് ഇപ്പോൾ പുതിയ വരുന്ന വാർത്തകൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പരയിൽ KL രാഹുൽ ടീമിൽ ഉണ്ടായിരുന്നെങ്കിലും ഋഷഭ് പന്തിനെ 2ാം വിക്കറ്റ് കീപ്പറായിട്ട് ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പൊ ഈ ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന പരമ്പരയിൽ ഋഷഭ് പന്തിനെ ഒഴിവാക്കിയിട്ട് പകരം ഇഷാൻ കിഷനെ ടീമിൽ എടുക്കുക, ഇഷാൻ കിഷനെ മത്സരിപ്പിക്കുക, കളിയിൽ ഇറക്കാൻ തന്നെയാണ് സാധ്യത. കാര്യം അദ്ദേഹത്തിന്റെ സമീപകാല ഫോം ഒക്കെ പരിഗണിക്കുമ്പോൾ അതിന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ നിലവിലെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് ഇപ്പോ പരിക്കിനെ തുടർന്നാണ് ഇപ്പോൾ വിട്ടു നിൽക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പരയിലെ KL രാഹുലായിരുന്നു ക്യാപ്റ്റൻ. ഒരു പക്ഷേ ശുഭ്മാൻ ഗില്ല് പരിക്ക് യാഥാർത്ഥ്യമാണെങ്കിൽ അദ്ദേഹം ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ കളിക്കാൻ സാധ്യത തീരെയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഓപ്പണറായിട്ട് ഇഷാൻ കിഷൻ അവതരിക്കാനാണ് സാധ്യത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സഞ്ജു സാംസനെ ഒതുക്കാനുള്ള അജണ്ടകളുടെ ഭാഗമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. കാരണം ഇഷാൻ കിഷൻ ഇപ്പോ അത്യുജ്വല ഫോമിലാണ്. ഒരു 1-2 ഇന്നിങ്സിൽ ഒരു മികച്ച പ്രകടനം നടത്തിയെങ്കിൽ തന്നെ ഇഷാൻ കിഷനെ, സഞ്ജുവിന് പകരം ഇഷാൻ കിഷനെ T20 ലോകകപ്പിൽ ഓപ്പണർ ആക്കണമെന്ന് ചില കോണുകളിൽ നിന്ന് ആവശ്യം ഉയരുന്നുണ്ട്. ആ ആവശ്യം ബലപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ഇതോടുകൂടി. ഒരു പക്ഷേ ന്യൂസിലാൻഡിനെതിരെയുള്ള T20 പരമ്പരയിലും ഇഷാൻ കിഷൻ അവസരം കൊടുത്തേക്കാം. അപ്പൊ ഇഷാൻ കിഷൻ ഈ പരിമിതമായി കിട്ടുന്ന അവസരങ്ങളിൽ 1-2 മികച്ച പ്രകടനങ്ങൾ നടത്തിയാൽ ഒരു പക്ഷേ T20 ലോകകപ്പിൽ സഞ്ജുവിന്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഒരു പക്ഷേ ഓപ്പണർ എന്ന രീതിയിൽ പോലും ഇഷാൻ കിഷനെ അവതരിപ്പിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇപ്പോൾ തന്നെ പല കോണുകളിൽ നിന്നും ഇഷാൻ കിഷന് വേണ്ടിയിട്ട് മുറവിളി ഉയർന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പരിശീലകനായിരുന്ന ഉത്തം മജുംദാർ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇഷാൻ കിഷൻ ഏറ്റവും ഫലപ്രദമാവുക ഓപ്പണർ എന്ന രീതിയിലാണ്. സമീപകാലത്ത് ഇപ്പൊ IPL ആണെങ്കിലും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലാണെങ്കിലും അദ്ദേഹം ഓപ്പണർ എന്ന രീതിയിൽ വലിയ അറ്റാക്ക്, അതായത്
ഇപ്പോ നമ്മുടെ ഇന്ത്യയുടെ ടീമിലെ ഏറ്റവും മികച്ച ആക്രമണോത്സുകത കളിക്കുന്നത് അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മയേക്കാൾ വലിയ ആക്രമകാരിയാണ് ഇഷാൻ കിഷൻ എന്നാണ് ഇവരുടെ അവകാശവാദം. ആ അവകാശവാദം നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ ആവില്ല. ഇഷാൻ കിഷന്റെ ശൈലി പരിശോധിക്കുമ്പോൾ അത് സത്യവുമാണ്. ഇഷാൻ കിഷൻ വളരെ ആക്രമണോത്സുകത കളിക്കുന്ന ഒരു ബാറ്റർ തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഇന്ത്യക്ക് വേണ്ടി ഇത്രയും കാലം കളിച്ച് ഇന്ത്യൻ ടീമിൽ വലിയ കഷ്ടപ്പെട്ട ഇടം നേടിയ സഞ്ജു സാംസണെ ഒരു പക്ഷേ ഈ പെട്ടെന്ന് പൊട്ടിമുളച്ച ഇഷാൻ കിഷന്റെ ആ പ്രകടന മികവ് കൊണ്ട് അളന്ന് ഒതുക്കി തീർക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും സഞ്ജു സാംസൺ അദ്ദേഹം ഇപ്പോ മറ്റേ VHD അതായത് വിജയ് ഹസാരെ ട്രോഫി കളിക്കേണ്ട സഞ്ജു സാംസണെ ഇപ്പോ BCCI കൊടുത്തിരിക്കുന്ന നിർദ്ദേശാനുസരണം അദ്ദേഹം റെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേണമെങ്കിൽ കളിക്കാമായിരുന്നു, പക്ഷെ ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ കളിക്കാം, കളിക്കാതെ ഇരിക്കാം. അദ്ദേഹം ആദ്യ 2 കളികളിൽ കളിച്ചില്ല. ഗോവയ്ക്കെതിരെയും കർണാടകക്കെതിരെയുള്ള കളിയിൽ ഇറങ്ങിയില്ല. 29-ന് മധ്യപ്രദേശിനെതിരെയാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. ആ മത്സരത്തിൽ സഞ്ജു സാംസൺ ഇറങ്ങുമോ? കാര്യം അത് ഏകദിന ഫോർമാറ്റിലാണ്. സഞ്ജു ഇപ്പോൾ കളിക്കുന്നത് T20 ഫോർമാറ്റിലാണ്. അപ്പോ ആ ഒരു ഫോർമാറ്റ് മാറി സഞ്ജു കളിക്കാൻ ഇറങ്ങുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അതേസമയം ഇഷാൻ കിഷന്റെ കാര്യത്തിൽ ഇഷാൻ കിഷൻ നമ്മുടെ ഈ ഏകദിന ടീമിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ഏകദിന T20 ലോകകപ്പ് ടീമിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. തൊട്ടു പിന്നാലെ അദ്ദേഹം ഈ വിജയ് ഹസാരെ ട്രോഫിയിൽ ജാർഖണ്ഡിന് വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ മത്സരത്തിൽ തന്നെ 32 പന്തിൽ നിന്ന് സെഞ്ചുറിയൊക്കെ നേടി. തൊട്ടടുത്ത ദിവസം BCCIയുടെ ഉത്തരവ് വന്നു, നിങ്ങൾ ഇനി കളിക്കണ്ട, റെസ്റ്റ് ചെയ്യണം. അതായത് ഇഷാൻ കിഷനെ പരമാവധി സംരക്ഷിച്ച്, പരിക്കൊന്നും ഉണ്ടാകാൻ പാടില്ല, പരമാവധി സംരക്ഷിച്ച് നിർത്തണം എന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ നടപടി. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ സഞ്ജുവിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ഹിഡൻ അജണ്ട പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ പലരും സഞ്ജുവിനെ പിന്തുണച്ച് ഇപ്പൊ രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം റോബിൻ ഉത്തപ്പ, മലയാളി കൂടിയാണ്, അദ്ദേഹം സഞ്ജുവിന്റെ കാര്യത്തിൽ പറഞ്ഞു, ഇന്ത്യ ലോകകപ്പ് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു, നിലവിലെ ചാമ്പ്യന്മാർ ഇന്ത്യയാണ്, ലോകകപ്പ് നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഞ്ജു തന്നെ ഇന്ത്യയുടെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യണം. അതേപോലെ പല പ്രമുഖ ഇപ്പോ ശ്രീകാന്ത്, മുൻ ഇന്ത്യയുടെ കളിക്കാരനായ ശ്രീകാന്ത് പറഞ്ഞു, സഞ്ജു 37 റൺസിനാണ് ഏറ്റവും ഒടുവിലത്തെ ഇന്നിങ്സിൽ ഔട്ടായത്. ആ 37 എന്നുള്ളത് 73 ആക്കി മാറ്റുകയാണെങ്കിൽ സഞ്ജുവിനെ ടീമിലെ സ്ഥാനം ആരും ചോദ്യം ചെയ്യില്ല എന്ന തരത്തിൽ വലിയ നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, തുടർച്ചയായിട്ട് അദ്ദേഹം ഓപ്പണർ റോളിൽ ഇറങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ, മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോ നമ്മുടെ ടീമിൽ ഉൾപ്പെട്ടത്. എന്നിട്ട് പോലും സഞ്ജുവിനെ, ഇതായത് സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടുക എന്നുള്ളതിന്റെ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് സഞ്ജുവിനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള പരിപാടി രഹസ്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത്. അതിനിടയിൽ സഞ്ജുവിന് വ്യക്തിപരമായിട്ട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയും കൂടി ഇതിനിടയിൽ വരുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റ് ഇപ്പോ IPL ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ടാണല്ലോ സഞ്ജു കളിക്കാൻ ഇറങ്ങാൻ പോകുന്നത് അടുത്ത സീസൺ മുതൽ. സഞ്ജുവിനെ ഉപനായകനായിട്ട് തീരുമാനിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. നിലവിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. ഋതുരാജ് ഗെയ്ക്വാദ് തന്നെ ക്യാപ്റ്റൻസിയിൽ തുടരും എന്നാണ് അറിയുന്നത്. മഹേന്ദ്ര സിംഗ് ധോണിയുടെ അവസാന സീസൺ ആണെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇപ്പോൾ ഉപനായകനായിട്ട് സഞ്ജുവിനെ തീരുമാനിക്കുകയാണെങ്കിൽ ഭാവിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റനായിട്ട് സഞ്ജു മാറും എന്നുള്ള കാര്യം കൂടിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇതോട് പറയാതെ പറഞ്ഞു വെക്കുന്നത്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ഏകദിന 2020 ലോകകപ്പിൽ സഞ്ജു കളിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡിനെതിരെയുള്ള T20 പരമ്പരയും വരുന്നുണ്ട്. 5 മത്സരങ്ങളാണ് വരുന്നത്. അതിൽ ഒരു മത്സരം തിരുവനന്തപുരത്ത് വെച്ചാണ്. അപ്പൊ അതില് സഞ്ജുവിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് സ്വന്തം നാട്ടുകാർക്ക് മുമ്പിൽ കളിക്കുക എന്നുള്ളത്. അപ്പൊ അതും ഊവണിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ അറിയില്ല ടീം മാനേജ്മെന്റ് എന്താണ് കരുതി വെച്ച്, എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഇഷാൻ കിഷൻ പെട്ടെന്ന് അവതരിച്ചതോടുകൂടി കണക്കൂട്ടലുകളൊക്കെ കീഴ്മേൽ മറിയാണ്. ഇഷാൻ കിഷനും ഉജ്ജ്വല ഫോമിലാണ്, സഞ്ജു ഉജ്ജ്വല ഫോമിലാണ്. ആർക്കാണ് നറുക്ക് വീഴുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് നിരീക്ഷകരടക്കമുള്ളവർ. ഏതായാലും സഞ്ജുവിന്റെ കാര്യത്തിൽ 1ാം വിക്കറ്റ് കീപ്പർ ആയിട്ട് തന്നെയാണ് ടീം മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. സഞ്ജുവിന് ഒരു ചെക്ക് വെക്കുക BCCIയുടെ ഒരു സ്ഥിരം പ്രവൃത്തിയായി തീർന്നിരിക്കുന്നു അല്ലേ? ഉറപ്പായിട്ടും സഞ്ജുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ സ്വതന്ത്രമായി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ അനുഭവം ഉണ്ട്, ഒരു 3-4 മത്സരങ്ങളിൽ അദ്ദേഹം ഓപ്പണറായിട്ട് തുടർച്ചയായിട്ട് ഇറങ്ങിയപ്പോൾ സഞ്ജു തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. തുടർച്ചയായിട്ട് 21 മത്സരങ്ങളിൽ ഡെക്കായി പുറത്തായാൽ പോലും തന്റെ മേൽ ടീം മാനേജ്മെന്റും കോച്ചും ഗൗതം ഗംഭീറും വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്. സഞ്ജു പോലും പറഞ്ഞിരുന്നു. അങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ സഞ്ജുവിന് ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വലിയ റിട്ടേൺസ്, വലിയ തിരിച്ചു നൽകൽ, ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു കളിക്കാരനാണ് സഞ്ജു എന്ന രീതിയിൽ ഇതിനോടകം ബോധ്യമായ സംഗതിയാണ്. പക്ഷെ
പിന്നീടുള്ള ഓരോ മത്സരവും അതിസമ്മർദ്ദത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ടാണ് സഞ്ജു കളിച്ചിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ ഒരു മത്സരത്തിലാണ് അദ്ദേഹത്തിന് അവസരം കിട്ടിയത്. ആ മത്സരത്തിൽ പരാജയപ്പെട്ടു പോയാൽ ഒരു പക്ഷേ സഞ്ജുവിന്റെ കരിയർ അതോടുകൂടി അവസാനിക്കുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം കളിച്ചത്. അത്രയ്ക്ക് ഒരു ടെൻഷൻ അനുഭവിച്ച് കളിക്കുന്ന ഇപ്പൊ അദ്ദേഹം സീനിയർ താരമെന്നാണ് അറിയപ്പെടുന്നത്. ഒരു സീനിയർ താരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഇപ്പൊ ലോകകപ്പ് ടീമിൽ ഇടം നേടിയപ്പോൾ നമ്മൾ എല്ലാവരും ആശ്വസിച്ചു. പക്ഷെ അവിടെയും ഇഷാൻ കിഷന്റെ രൂപത്തിൽ അവിടെയും ഒരു സമ്മർദ്ദം സഞ്ജുവിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് വാസ്തവത്തിൽ BCCI ചെയ്യുന്നത്.